ശ്രീജിത്ത് സാർ നമസ്കാരം. തിരൂരങ്ങാടി PSMO കോളേജിൽ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ എക്സാം എഴുതുന്ന വിദൂര വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പരീക്ഷാ സെന്ററാണത്. അങ്ങനെ പരീക്ഷ എഴുതാൻ എത്തിയ ചില വിദ്യാർത്ഥികൾ അവർക്ക് ഈ പർദ്ദ ധരിച്ചുകൊണ്ട്, നിഖാബ് ധരിച്ചുകൊണ്ട്, മുഖം മറച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതണമെന്നൊരു ശാഠ്യം അവിടെ അവർ പിടിക്കുകയുണ്ടായി. ആ ദിവസം അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. പക്ഷെ പിറ്റേ ദിവസം നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് വരരുത്, ഇത് പരീക്ഷാ സമയത്ത് നടക്കില്ല എന്ന് അവിടുത്തെ പ്രധാനാധ്യാപകൻ പറയുകയുണ്ടായി. പക്ഷേ അതിനെതിരായി കൊണ്ട് പല തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. SDPI അടക്കമുള്ള സംഘടനകൾ ഇത് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കുട്ടികളോട് ചെയ്യുന്നത് ദ്രോഹമാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു അസീസ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകന് നേരെ വലിയ സൈബർ ആക്രമണമാണ് ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അനുവദിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാവുന്നതല്ലേ? പാർത്ഥൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിദ്യാലയം, അവിടെ പരീക്ഷ എഴുതാനായിട്ട് ആൾ വരുന്നു. അവരുടെ കയ്യിൽ എന്തുണ്ടാകും? ഹോൾ ടിക്കറ്റ് ഉണ്ടാകും. ആ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു ഐഡൻറ്റിറ്റി കാർഡും അവിടത്തേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഐഡൻറ്റിറ്റി കാർഡിലുള്ള ആൾ തന്നെയാണ് ഈ പരീക്ഷ എഴുതുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള എന്ത് മാർഗ്ഗമുള്ളത്? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഐഡൻറ്റിറ്റി കാർഡിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, ഈ ആളിന് ഒരു ഫോട്ടോ ഉണ്ടാകും. കാരണം എക്സ്റ്റേണൽ ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്കൊരു മുഖമുണ്ട്, ഈ ഐഡൻറ്റിറ്റി കാർഡിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഇത് തമ്മിൽ മാച്ച് ആകണം. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരാളാണോ എന്നറിയാനായിട്ട് അവരുടെ മുഖം കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് നിശ്ചയമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എഴുതുന്നയാൾ മുഖം മറച്ചുകൊണ്ട്, അയാളുടെ കണ്ണ് മാത്രം പുറത്ത് കാണുന്ന വസ്ത്രമാണ് നിഖാബ്. അപ്പോൾ കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ഒരാൾ വരികയും പരീക്ഷ എഴുതുകയും ചെയ്താൽ അത് ആ പരീക്ഷയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തും. അതിലെ ട്രാൻസ്പെറൻസി ഒരു വലിയ ഫാക്ടറാണ്. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ID കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ID കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നിഖാബ് ധരിച്ച ഫോട്ടോ ആണെങ്കിൽ പിന്നെ ID കാർഡിൻ്റെ പ്രസക്തി എന്താ? ID കാർഡിൽ പടം എന്തിനാണ് വെക്കുന്നത്? ആ ആളിൻ്റെ മുഖം ഇന്നതാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണ് മാത്രം കാണുന്ന രീതിയിലത്തേക്ക് ബാക്കി ഭാഗങ്ങൾ മുഴുവൻ മറച്ചുകൊണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ID കാർഡിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതാരാണെന്ന് അറിയാനായിട്ട് യാതൊരു വിധത്തിലുള്ള മാർഗ്ഗവുമില്ല. അപ്പോൾ ID കാർഡിൽ നിശ്ചയമായിട്ടും ഒരാളിൻ്റെ മുഖം തന്നെ ആയിരിക്കും ഉണ്ടാവുക, നിഖാബ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിഖാബ് മാറ്റുകയും വേണം. അതല്ലെങ്കിൽ മറ്റൊരാളിനെ വെച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നതെങ്കിലോ ഇങ്ങനെയുള്ള കുറേയധികം അട്ടിമറികൾ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പരീക്ഷ പ്രത്യേകിച്ച് എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുഖം അവിടെ കാണണം എന്നുള്ളത് പ്രസക്തമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല തട്ടിപ്പുകളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരാളിന് വേണ്ടി വേറൊരാൾ പരീക്ഷ എഴുതി എന്ന രീതിയിൽ. ഇന്ന് കോർപ്പറേറ്റ് ലോകത്ത് പോലും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഒരാളിന് വേണ്ടി വേറൊരാൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അത് മുഖം കാണിച്ച് പോലും ആ തട്ടിപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖം പോലും കാണിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നയാളാണെന്ന് അറിയാനായിട്ടുള്ള മാർഗ്ഗം അവിടെ ഉണ്ടാകണം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഡ്രസ് കോഡുകൾ പാടില്ല, പാടുണ്ട്, ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പൂർണ്ണമായും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ നിയമങ്ങളെ ശരിവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിവിധ ഹൈക്കോടതികളും സുപ്രീം കോടതിയും തന്നെ പല കേസുകളിൽ വിധി പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. അതിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റൊന്ന് തൊഴിൽ സ്ഥാപനങ്ങൾ. ഈ രണ്ട് സ്ഥലത്തും ആൾക്കാർക്ക് അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഡ്രസ് കോഡ് ഇൻസ്ട്രക്ട് ചെയ്യാനും എന്തു വേണം എന്തു വേണ്ട എന്ന് പറയാനുമുള്ള അധികാരം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ അങ്ങനെ ആ ഒരു ആംഗിളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിൻ്റെ കോണ്ടക്റ്റ് പ്രകാരം അവിടെ ഒരു എക്സാമിനൊരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയർ ഇന്നതാണ് എന്ന് തീരുമാനിക്കാനായിട്ട് അവിടെയുള്ള പ്രിൻസിപ്പലിന്, നേരത്തെ പറഞ്ഞിരിക്കുന്ന ശ്രീ അസീസ് എന്ന് പറയുന്ന ആളിന് പൂർണ്ണമായ അധികാരമുണ്ട്. അത് ഒരു മതസ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നും വിഷയമല്ല, അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അതല്ല, ഞാൻ പൂർണ്ണമായി പർദ്ദ ഇട്ടതിന് ശേഷം എൻ്റെ മുഖം പോലും മറച്ച് അല്ലെങ്കിൽ അവിടെ പോലും നെറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഇട്ടിട്ട് ഞാൻ പരീക്ഷ എഴുതൂ എന്നൊരാൾ വാശി പിടിച്ചാൽ അത് മതസ്വാതന്ത്ര്യമാണ് എന്ന രീതിയിലത്തേക്ക്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്ന് കരുതിക്കൊണ്ട് നമുക്കതിനെ അനുവദിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ നിശ്ചയമായിട്ടും കഴിയില്ല. കാരണം പരീക്ഷയ്ക്ക് വരുന്ന ഒരാൾ ഇന്നയാളാണ്, ഇന്ന ഹാൾ ടിക്കറ്റിലുള്ള ആളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ മറ്റ് പല സംഘടനകളും ഇതിൽ ഒരു വിവാദത്തിന് വേണ്ടിയിട്ട് വരിക, ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, മതസ്വാതന്ത്ര്യമാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇത് നമ്മൾ ഉടുപ്പിയിൽ
2 വർഷങ്ങൾക്ക് മുൻപ് ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട അതെ. സമയത്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലടക്കം കുറേയധികം ആൾക്കാർ, സംഘടനകളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് വന്നു. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 2 കാര്യങ്ങളും അവിടെ പ്രസക്തമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഡ്രസ് കോഡ് തീരുമാനിക്കാനുള്ള അവകാശം ആ സ്ഥാപനത്തിനുണ്ട് എന്നത് അവിടെ നിലനിൽക്കുമ്പോൾ കർണാടക ഹൈക്കോടതി പോലും അത് അംഗീകരിച്ചതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴേക്ക് ഇത് വീണ്ടും വ്യക്തി സ്വാതന്ത്ര്യമാണ്, മതസ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മതം ഇത് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഓരോ മതത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് അനിവാര്യമായിട്ടുള്ള ചില നിഷ്ഠകളുണ്ട്. അതിനാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസിയായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, അതിലൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിഖാബ് ധരിക്കുക എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ അല്ലയോ എന്നത് പരിശോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പും നിരവധി വ്യവഹാര നടപടികളുടെ ഭാഗമായിട്ട് മുസ്ലിം സ്കോളേഴ്സിനോട് കോടതികൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ അവർ പറയുന്നത് ഇസ്ലാമിൽ ഒരിടത്തും, ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി കരുതുന്ന ഒന്നിലും ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് സ്ത്രീകൾക്ക് നിർബന്ധമാണ് എന്നും അതാണ് ഇസ്ലാമികം എന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് നമുക്ക് തന്നെ അറിയാം. കാരണം ലോകത്ത് നിരവധി ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഭരണഘടനയിൽ ഇസ്ലാം എന്ന് എഴുതിയിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. സ്റ്റേറ്റ് റിലിജിയൻ ഇസ്ലാമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ശരിയ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ശിരോവസ്ത്രം നിർബന്ധിതമായിട്ട് പറയുന്നില്ല. ചില രാജ്യങ്ങളിൽ അത് ഭരണാധികാരികൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇറാനൊക്കെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. അവിടെ ഞങ്ങൾക്ക് ഇത് മതപരമായിട്ടുള്ള ഒരു വസ്ത്രമല്ല, മതത്തിൽ അത് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് ഇത് ധരിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച്, പ്രത്യേകം നോക്കണം, മതത്തിനെതിരെയല്ല, സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ സ്ത്രീകളാണ് തെരുവിലിറങ്ങിയതും ഹിജാബ് ഉപേക്ഷിച്ചതും ഹിജാബ് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനൊക്കെ തന്നെ അവരാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമികമായിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റിൽ അതില്ല. ഇസ്ലാമികമായിട്ടുള്ള കോൺസെപ്റ്റിൽ 5 പില്ലേഴ്സാണ് സാധാരണയായിട്ട് ഇസ്ലാമിനെ പറ്റി പറയുന്നത്. അതിൽ അള്ളാഹുവിനോടുള്ള വിശ്വാസം, മുഹമ്മദ് നബിയോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ, മറ്റൊന്ന് അവർ ഈ നൊയമ്പ് വളരെ കൃത്യമായിട്ട് എടുക്കണമെന്നുള്ളതുണ്ട്, 5 നേരം നിസ്കരിക്കണം എന്നുള്ളതുണ്ട്, സക്കാത്ത് കൊടുക്കണം എന്നുള്ളതുണ്ട്, അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഇസ്ലാമിലെ എസെൻഷ്യൽ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ്. അതല്ലാതെ പറയുന്നതൊന്നും, നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നതോ ഒന്നും തന്നെ ഒരിക്കലും അവരുടെ മതാചാര പ്രകാരം പറഞ്ഞിരിക്കുന്ന ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം നമുക്കറിയാം, സിഖ് മതവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല നിയമങ്ങളിൽ നിന്ന് പോലും എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് വിമാനത്തിൽ കയറാൻ പറ്റില്ല. പക്ഷേ കൃപാൺ ഉപയോഗിക്കുന്ന ഒരു സിഖുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലും ഈ കൃപാൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഇത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾക്ക് കയറാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ വാഹന വകുപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള എക്സംഷൻ ഇല്ല. പക്ഷേ ടർബൻ ധരിക്കുന്ന ഒരു സിഖുകാരന് അതിൽ എക്സംഷൻസ് ഉണ്ട്. നമ്മുടെ ആംഡ് ഫോഴ്സസിലും പ്രത്യേകിച്ച് നമ്മുടെ പോലീസിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് താടി നീട്ടി വളർത്താൻ പാടില്ല എന്നുണ്ട്. പക്ഷേ സിഖുകാരാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സംഷൻസ് ഉണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോലീസ് ആണെങ്കിൽ പോലും പോലീസിൻ്റെ ക്യാപ്പ് അവർ വെക്കേണ്ടത് നിർബന്ധമല്ല. അവർക്ക് ആ കളറിലുള്ള ഒരു ടർബൻ ധരിച്ചാൽ മതിയാകും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉള്ളത് എന്തുകൊണ്ടാണ്? നമ്മളീ പറയുന്ന കൃപാണാണെങ്കിലും ടർബൻ ആണെങ്കിലും ഒക്കെ തന്നെ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാക്ടീസിങ് സിഖിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. അതേപോലെയുള്ള ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതായത് അവർക്ക് നിസ്കരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു, അവർക്ക് സക്കാത്ത് കൊടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു, മുഹമ്മദിനെ തള്ളിപ്പറയണമെന്ന് പറയുന്നു. ഈ രീതിയിലത്തേക്ക് അനിസ്ലാമികമായ കാര്യങ്ങൾ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അതവരുടെ മതപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യമാണ്. മറിച്ച് ഈ മതത്തിൽ ഇങ്ങനെയുള്ള ഒരു വസ്ത്രധാരണ രീതിയെപ്പറ്റി പറയുന്നില്ല എങ്കിൽ പിന്നെ അതാണ് ഇസ്ലാമികം എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? ഇപ്പോൾ ഒരു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പല ഭാഗത്ത് പല രീതികളിൽ ഹിന്ദുക്കൾ വസ്ത്രധാരണം നടത്തുന്നുണ്ടാകും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. മുണ്ട് മാത്രം ധരിക്കുന്ന ആൾക്കാരുണ്ടാകും. എന്ന് പറഞ്ഞ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടുന്ന സമയത്ത് ഞാനവിടെ മുണ്ടേ ധരിക്കുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് ഒരു നിലപാടെടുക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. കാരണം അവർക്കാണ്, ആ ഒരു സ്ഥാപനത്തിനാണ് അത് നിഷ്കർഷിക്കാനുള്ള അവകാശമുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുമായി വിധേയപ്പെട്ട് പ്രവർത്തിക്കുക. നേരെ മറിച്ച് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ തൊഴിലിടത്തിലോ അല്ല, നിങ്ങൾ കടയിൽ പോവുകയാണ്, നിങ്ങൾ ഒരു മത്സരം കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയത്തിൽ പോവുകയാണ്, നിങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ്, നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ പോവുകയാണ്, നിങ്ങൾ പൊതുരംഗത്ത് എവിടെ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ ഡോർ അടച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കേണ്ട എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ആരും നിങ്ങളോട് ഹിജാബ് ധരിക്കരുതെന്നോ നിഖാബ് ധരിക്കരുതെന്നോ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. അതല്ലാതെ ഒരു സ്ഥാപനത്തിലേക്കുള്ള
നിങ്ങൾക്ക് അവിടെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലാത്ത ഒരു കാര്യം അതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കാനുള്ള ഒരു അമിത സ്വാതന്ത്ര്യമല്ല എന്നുള്ളത് ആൾക്കാർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ ഇവിടെ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നതിന് വേണ്ടി പലരും ശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ ഈ തീരുമാനമെടുത്തിരിക്കുന്ന പ്രിൻസിപ്പലും ഒരു മുസ്ലിമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തിൽ വലിയൊരു ഭാഗ്യമുണ്ട്. കാരണം അത് ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സംഘടനയോ അവർ നടത്തുന്ന ഒരു സ്ഥാപനമോ അതല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ആളൊരു ഇതര മതസ്ഥനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഫ്ലെയറപ്പ് ആയേനെ. പക്ഷേ അതങ്ങനെ ആകാതിരിക്കുന്നത് അദ്ദേഹവും അതേ വിഭാഗത്തിൽ തന്നെ ഉള്ള ഒരാളായതുകൊണ്ടാണ്. അത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഉടുപ്പിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇവിടെ പ്രതിഷേധ കൂട്ടായ്മകൾ റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത് പൂർണ്ണമായും പർദ്ദ ധരിച്ചതിന് ശേഷം ബുർഖയൊക്കെ ധരിച്ചതിന് ശേഷം ആൾക്കാരിൽ നിന്ന് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുള്ളിൽ ആരാണെന്ന് ആർക്കെങ്ങനെ അറിയാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് വിദ്യാർത്ഥിനികളാണോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അതോ മറ്റുള്ള ആൾക്കാരാണോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊട്ടസ്റ്റ് വരുന്ന സമയത്തും അങ്ങനെയാണ് എന്നുണ്ടെങ്കിലൊക്കെ അതിനകത്തിലൊക്കെ കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മതപരമായിട്ടുള്ള ഒരു എസെൻഷ്യാലിറ്റി അല്ലാത്തത് കൊണ്ട് ഒരു സ്ഥാപനം പറയുന്നത് എന്തോ അത് ചെയ്യുക. കാരണം ട്രാൻസ്പെറൻസി അവർക്ക് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾ പർദ്ദ ധരിച്ചു മാത്രമേ അല്ലെങ്കിൽ നിഖാബ് ധരിച്ചു മാത്രമേ പരീക്ഷ എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം ഇത് മതപരമായിട്ടുള്ള ഒരു എക്സാം പോലുമല്ല, ഒരു സ്ഥാപനം നടത്തുന്ന ഒരു കാര്യമാണ്. ആ കോഴ്സിന് ആ സ്ഥാപനം പറയുന്ന രീതിയിലത്തേക്ക് ഡ്രസ്സ് ചെയ്ത് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുക, ക്ലാസ്സിൽ വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. ഒരു കാര്യം കൂടെ, അതായത് അറബ് രാജ്യങ്ങളിലടക്കം ഇന്നത്തെ അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഈ നിഖാബും അതുപോലെ തന്നെ ബുർഖയും എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് മതപരമായി യഥാർത്ഥത്തിൽ ഇതൊരു ആവശ്യകതയല്ലാത്ത ഒരു ആചാരത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഏറെ പുരോഗമിച്ചു എന്ന് പറയുന്ന കേരളത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പ്രവണത, ആ മതത്തിൽപ്പെട്ട ആയിട്ട് പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഒരു വലിയ സങ്കടകരമായ അവസ്ഥയല്ലേ? വളരെ ചുരുങ്ങിയ വാക്കുകൾ. നിശ്ചയമായും. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി അഥവാ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന കുറേയധികം രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയൊക്കെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യമാണ്. പക്ഷേ അവിടെ പോലും ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്, അവിടെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം അവർക്ക് അർഹത അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കുറച്ചുകൂടി എന്ന് പറയുന്നതിൻ്റെ കാരണം ഓവർനൈറ്റായിട്ട് ഈ ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ പുരുഷന്മാരാണ്. അപ്പോൾ വലിയ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് ചെറിയ ചെറിയ രീതികളിൽ മാത്രമേ സ്ത്രീകൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. അതങ്ങനെയാണ്, ചരിത്രപരമായി തന്നെയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും നടപ്പാക്കുമ്പോഴാണ് നമ്മൾ മറ്റ് ഒരു ഭാഗം കാണുന്നുണ്ട്. ഇപ്പോൾ താലിബാൻ ഭരിക്കുന്ന സ്ഥലം, അങ്ങനെ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാബൂളിലൊക്കെയുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇന്ന് അവരെല്ലാവരും തന്നെ പൂർണ്ണമായി പൊതിഞ്ഞു കിട്ടിയതിന് ശേഷം നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ തന്നെ സംഗീതം നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രസീവായിട്ടുള്ള ഏതൊരു രാജ്യവും, അത് മതപരമായിട്ടുള്ള രാജ്യമാണെങ്കിൽ പോലും സ്ത്രീകളും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള ആൾക്കാരാണ്. അവർക്കും ഇവിടെ അവകാശങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. ഇനി മതപരമായിട്ട് ഇതിനെ കാണുന്നു, അല്ലെങ്കിൽ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട്, വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളിത് ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വിലക്കില്ലാത്ത വ്യക്തി ജീവിതത്തിലുള്ള ഏതൊരു സ്ഥലത്തും അതവർക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും അത് അവരുടെ ഒരു ചോയ്സ് ആയിട്ട് വേണം നൽകാൻ. അല്ലാതെ നിങ്ങൾ ഇത് ധരിച്ചേ മതിയാകൂ എന്ന രീതിയിലല്ല അവരോട് പറയേണ്ടത്. അതല്ലെങ്കിൽ അത് ആചാരപരമായിരിക്കണം. ഇവിടെ അത് ആചാരപരമല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അവർക്കതിനുള്ള സ്വാതന്ത്ര്യം തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നടക്കുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ടാണ് നടക്കേണ്ടത്, പിന്നോട്ടല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും. എന്തായാലും ആചാരപരമായിട്ട് ഉള്ള ഒരു നിർബന്ധപൂർവമായ ഒരു സംഗതി അല്ലാഞ്ഞിട്ട് കൂടി ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈഡിങ് പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളോട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു നിലനിൽപ്പിന് തന്നെ അപകടത്തിലാകുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. എന്തായാലും അത്തരം കാര്യങ്ങളെ സൂക്ഷ്മതയോടുകൂടി ആളുകൾ വിലയിരുത്തട്ടെ, അതിനെതിരെ ജാഗ്രത പാലിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.